KCB ഫ്യൂസ് ഊരിയെങ്കിലും ഇരിങ്ങാലക്കുടയിലെ സുരേഷ് ഗോപിയുടെ റോഡ് ഷോ പ്രൗഢഗംഭീരമായി. ആയിരക്കണക്കിന് പ്രവർത്തകരാണ് റോഡ് ഷോയിൽ പങ്കെടുത്തത്. BJP പ്രവർത്തകർക്ക് പുറമെ പൊതുജനങ്ങളും അണിനിരന്ന റോഡ് ഷോയിൽ എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയാനുള്ളത് വികസന നായകനായി സുരേഷ് ഗോപി വിജയിച്ചു തന്നെ വരുമെന്നാണ്. ഇരിങ്ങാലക്കുടയിലെ ജനങ്ങൾ സുരേഷ് ഗോപിക്ക് നൽകിയത് ഗംഭീര വരവേൽപ്പാണ്. രാവിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം വിവിധയിടങ്ങളിലായി സന്ദർശനം നടത്തിയപ്പോഴൊക്കെ വികസനമായിരുന്നു ചർച്ചയായത്. വൈകിട്ടോടെ ആരംഭിച്ച റോഡ് ഷോയിൽ അണിനിരന്നത് ആയിരക്കണക്കിന് ജനങ്ങളാണ്. അതിനിടെ റോഡ് ഷോ ഡാണാവിലെത്തിയപ്പോഴേക്കും ഇരുവശത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ ഓഫായി. സുരേഷ് ഗോപിയുടെ പ്രചാരണത്തിൽ ഭയപ്പെട്ട നഗരസഭ KCBയെ കൊണ്ട് ഫ്യൂസ് ഊരിപ്പിച്ചതാണെന്ന് നാട്ടുകാർ പറഞ്ഞു. റോഡ് ഷോ അലങ്കോലമാക്കാൻ ശ്രമിച്ചവർക്കെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നത്. ഇന്നലെ വരെ ഞാൻ ഈ നാട്ടുകാരാണ്. ഇന്നലെ വരെ മുഴുവൻ കത്തിയിരുന്ന ലൈറ്റുകൾ ഇന്ന് അവർ കരുതിക്കൂട്ടി ഓഫ് ചെയ്താ. ഇന്ന് ഈ പരിപാടി നടക്കണ കാര്യം അവർക്ക് അറിയാം. അത് തടസ്സം വരുത്താൻ വേണ്ടിയിട്ട് അവർ കരുതിക്കൂട്ടി ഓഫ് ചെയ്തിട്ടുള്ള ഇത്തരം ജനങ്ങളെ കണ്ട് അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. തൃശ്ശൂർ റൗണ്ടിൽ സുരേഷ് ഗോപിയുടെ കയറി വെച്ചത് റോഡ് ഷോയ്ക്ക് അവിടെയും കരണ്ട് കെട്ടി എന്നിട്ട് അവസാനിച്ചപ്പോഴാണ് കരണ്ട് വന്നത്. പേടി വേറൊന്നുമില്ല, നല്ല പേടിയായിട്ടുണ്ട് അവർക്ക്. ഇവിടുത്തെ ജനഹൃദയങ്ങളിലാണ് സുരേഷ് ഗോപി എന്ന ദീപം തെളിഞ്ഞു നിൽക്കുന്നത്. ആ ദീപം കെടുത്താൻ ഇവിടെ ഒരു സർക്കാർ ഒരു ഇലക്ട്രിസിറ്റി വിചാരിച്ചാൽ നടക്കയില്ല എന്ന് പിന്നീട് പ്രവർത്തകർ ഫ്ലാഷ് ലൈറ്റുകൾ ഓണാക്കി റോഡ് ഷോയെ ആവേശത്തിൽ മുന്നോട്ട് നയിക്കുകയായിരുന്നു. കൊച്ചുകുട്ടികളെ താലോലിച്ചും പ്രവർത്തകർക്ക് ആവേശം പകർന്നും താരം തിളങ്ങി. കൂടൽമാണിക്യം ക്ഷേത്രത്തിന് മുന്നിലേക്കെത്തിയ റോഡ് ഷോ അവസാനിച്ചത് ആനന്ദ നൃത്തത്തോടെയായിരുന്നു. സുരേഷ് ഗോപിയും പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്തു. എത്രയൊക്കെ ഇരുട്ടിലാക്കാൻ ശ്രമിച്ചാലും തിളങ്ങുന്ന ദീപമായി തന്നെ സുരേഷ് ഗോപി വിജയിച്ചു വരുമെന്നതാണ് ജനങ്ങൾ പറഞ്ഞത്. ഇതോടെ തിരഞ്ഞെടുപ്പ് കളത്തിൽ കുതിച്ചുപായുകയാണ് BJPയുടെ പ്രചാരണം. ജനം, തൃശൂർ.